ഹലോ, എല്ലാവർക്കും സുഖമാണോ? നമ്മളിന്ന് ഉമ്മൽക്കൈൻ സൂ കാണാൻ വന്നേക്കുവാണ് കേട്ടോ. കുറേ നാളായിട്ടോ നമ്മൾ ഉമ്മൽക്കോയിനൊന്ന് വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴാണ് കേട്ടോ സാധിച്ചത്. ആക്ച്വലി ഈ സൂ എന്ന് പറയുന്നത് അത്ര വലിയ ഏക്കർ കണക്കിലൊന്നും വ്യാപിച്ച് കിടക്കുന്നതല്ല. പക്ഷെ എന്നാലും നിറയെ മൃഗങ്ങളുണ്ട് കേട്ടോ. കടുവ, പുലി, കയറി വരുമ്പോൾ തന്നെ നമുക്ക് കുറേ പക്ഷികൾ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോഴികളുടെ ഒരു സെക്ഷനിലാണ് കേട്ടോ. യാമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നുന്നു കോഴികളെ. അതിൻ്റെ കൂടെ കുരങ്ങന്മാരുടെ സ്ഥലമുണ്ട് കേട്ടോ. കോഴിയുടെ പിന്നാലെ നടക്കുമായിരുന്നു യാമിക്കുട്ടി. അപ്പോൾ ഇത്തിരി അകത്തി പിടിച്ച്, കാരണം അവരെ കൊക്കൊക്കെ എത്തുന്നുണ്ട്, ചിലപ്പോൾ കയ്യിൽ നിന്ന് കുത്തിയാലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രൊക്കഡൈൽസിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. ഇവിടെ കണ്ടോ കുറച്ച് ജീവികൾ. ആക്ച്വലി ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ, നെയിംസൊന്നും. അത് കാരണം എനിക്കറിയില്ല, ഈ അനിമലിൻ്റെ പേര് അറിയില്ല കേട്ടോ. യാമിക്കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കളിക്കലായിരുന്നു കേട്ടോ കുറച്ച് നേരം. അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിംഹത്തിനെ കണ്ടു. പിന്നെ ഒരു കാഴ്ച കാണാതെ നോക്കിക്കേ, നമ്മുടെ നാട്ടിലെ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ കെട്ടിയിട്ട് പോലെ കേട്ടോ പുലീനൊക്കെ അവർ കെട്ടിയിട്ടേക്കുന്നത്. പിന്നെ നമ്മൾ പോയത് ആടുകളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ. വെറൈറ്റി ടൈപ്സ് ഓഫ് ആടുകളുണ്ട് കേട്ടോ. കുറേ കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും കുറേ ആടുകളുണ്ട്. പിന്നെ എമ്മുവിൻ്റെ അടുത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കുഞ്ഞൻ ആമക്കുട്ടീനെ കണ്ടു കേട്ടോ. അപ്പോൾ ഏട്ടനതിനെ തൊടാൻ നോക്കുകയാണെ കുഞ്ഞൻ ആമക്കുട്ടീനെ. നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ് കേട്ടോ. സൂവിലത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്. നമ്മൾ സാൻഡ്വിച്ചും ഒരു ബർഗറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഈ കാണുന്ന ടേബിൾ കണ്ടോ, നമ്മൾ ഇവിടെയാണ് കേട്ടോ ഫസ്റ്റ് ഇരുന്നത്. അപ്പോൾ ജിറാഫൊക്കെ അടുത്തേക്ക് വരുന്ന കാരണം നമ്മുടെ ഫുഡുമൊക്കെ അത്രയ്ക്കും തലയിടും ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് അപ്പുറത്തെ ടേബിളിൽ ചെന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജിറാഫിനെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോവാണേ. യാമിക്കുട്ടിക്ക് അത് ഭയങ്കര അതിശയം, ജിറാഫിനെ കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് യാമിക്കുട്ടിക്ക് ഫുഡ് കൊടുത്തു. പിന്നെ യാമിക്കുട്ടിക്ക് ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മക്കാവോൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയത്. നമ്മുടെ കൈമലും തലയിലൊക്കെ ആൾ വെച്ച് തരും അവിടുത്തെ സ്റ്റാഫ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോങ്കിക്കും ആടിനൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് പുല്ലും ക്യാരറ്റൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു കേട്ടോ. യാമിക്കുട്ടി ഓരോരുത്തർക്ക് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ വാങ്ങിച്ചതൊക്കെ കഴിഞ്ഞ് യാമിക്കുട്ടി ഭയങ്കരമായിട്ട് എല്ലാവരുടെ അടുത്തും നടന്ന് ഫീഡ് ചെയ്യിപ്പിക്കായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമതും പോയി ക്യാരറ്റ്സ് വാങ്ങിച്ചു കൊണ്ടുവന്നു കേട്ടോ. കണ്ടോ, ഭയങ്കര ഇഷ്ടമായി. ആദ്യം പേടിയായിരുന്നു, പിന്നെ അത് ഒറ്റയ്ക്ക് കൊടുത്തു തുടങ്ങി. നമ്മുടെ യാമിക്കുട്ടി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ആനിമൽസിനെ ഫീഡ് ചെയ്തപ്പോഴാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആള്. ഇത് കണ്ടോ, ഫസ്റ്റ് ടൈം ആട്ടോ ഞാനിങ്ങനെ ഓപ്പൺ ആയിട്ട് കാണുന്നത് ചിമ്പാൻസിനെ. അതുപോലെ തൊടണതും ആദ്യമായിട്ടാണ് കേട്ടോ. യാമിക്കുട്ടിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഫേസിൽ കേട്ടോ. ആള് കല്ലുകൾ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുവാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പോർഷനിലേക്ക് വന്നു കേട്ടോ. ലാസ്റ്റ് പോർഷനിലാണ് ജിറാഫ് ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനെ കുറച്ച് ഫീഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.